ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടുള്ളൊരു വെജ് സമൂസ ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളി ഗ്യാസുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സബോള നന്നായി ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് വഴറ്റിയിട്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അരിഞ്ഞതാണെങ്കിൽ അതും കുഴപ്പമില്ല, ഞാൻ ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് പച്ചമുളകും നന്നായി ചതച്ചതാണ് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ക്യാരറ്റൊന്ന് ചെറുതായിട്ട് വേവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതും വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ബീട്രൂട്ടും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് തന്നെയാണ്. അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി, അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉരുളൻകിഴങ്ങും ചെറുതായി അരിഞ്ഞെടുത്തത് തന്നെയാണ്. ചോപ്പറിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലിട്ട് അരിഞ്ഞെടുത്ത കാരണം കൊണ്ട് അതിൻ്റെ കളർ മാറിയിരിക്കുകയാണ് കേട്ടോ. ക്യാരറ്റ് അതിൽ ചോപ്പറിൽ അരിഞ്ഞെടുത്ത കാരണം കൊണ്ടാണ് അങ്ങനെ കളറ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഇനി കാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ മസാല ഒരു വലിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായി വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയാണ്, അതും ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ശേഷം കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതും നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറാൻ വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാറിയ ശേഷം ഇറക്കി വെക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അതിൽ കൂട്ടുന്നതൊന്നും കാണിച്ചിട്ടില്ല, ഒക്കെ എല്ലാതും കൂടി ഇട്ട് മിക്സ് ചെയ്യണതാണ് കാണിച്ചിട്ടുള്ളൂ. അപ്പം ഇന്ന് 25 അപ്പം അതുകൊണ്ട് 2 തരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി സമൂസയുടെ ലീഫാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതിൽ നിന്ന് ഒന്ന് അതിൻ്റെ ഫില്ലിങ് നിറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സമൂസയുടെ ലീഫ് എടുത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ലീഫ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് മൈദമാവ് കലക്കി വെച്ചിട്ടുണ്ട്, കട്ടിയിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് അതിൻ്റെ മീതെ പുരട്ടി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണമാണ് കാണിക്കണുള്ളൂ. അത് ലീഫ് ഇതിൽ നിറച്ചിട്ടുള്ളത് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എല്ലാതും നിറച്ച് എടുത്തിട്ടുണ്ട്. പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് 2 പ്ലേറ്റിൽ. ഇനി നമ്മൾ ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നോരോന്നായിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ എല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് എല്ലാതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതും ഞാൻ ഒഴിക്കുന്നതൊന്നും അധികം കാണിച്ചിട്ടില്ല. ഒഴിച്ച ശേഷമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ.
ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതും അതിൻ്റെ മാവ് കലക്കണതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മാവ് കലക്കണതൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. അപ്പം ഉണ്ടാക്കുന്നത് മാത്രം ഇങ്ങനെ അതിൽ നിന്ന് എടുക്കണതോ കാണിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ണിയപ്പം സമൂസയും ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വേറൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടാണ് അതിൽ നിന്ന് വേവിച്ചെടുക്കുന്നത്. നല്ല എളുപ്പമാണ് ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.